അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തഅലീമുസ് സുഗ്റ ബിശർഹി അജ്നാസിസ് സുഗ്റ. ദർസ് 33. വറമാ, റമാ പോലെയുമാണ്. നേരത്തെ നഹ്വ ദഅ, ദഅ പോലെ എന്ന് വായിച്ചിരുന്നല്ലോ. വറമ വനഹ്വ റമ എന്നാണ് വിശദീകരണം. വനഹ്വ റമ, റമ പോലെയും. റമ എന്നത് നാഖിസായ ഫിഅലാണ്. റമ എന്നതിൻ്റെ അനേകം അർത്ഥങ്ങൾ പറയാം. അത് ശ്രദ്ധിച്ച് കേൾക്കുകയും പിന്നീട് റമത്, യർമി, തെർമി, റുമിയ, യുർമ, തുർമ തുടങ്ങിയവയുടെ അർത്ഥങ്ങൾ ചിന്തിച്ച് ആവർത്തിച്ച് പറയുകയും അവ ഉപയോഗിച്ച് വാക്യങ്ങൾ ഉണ്ടാക്കി പരിശീലിക്കുകയും ചെയ്യണം. പരിശീലനത്തിൻ്റെ കുറവാണ് പലർക്കുമുള്ളത്. പരിശീലനമില്ലെങ്കിൽ വേഗതയിൽ അറബിയിൽ സംസാരിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ഈ സർഫ് പഠിക്കുന്ന സമയത്ത് തന്നെ നന്നായി ലഭിക്കുന്ന ഫിഅലുകളും ഇസ്മുകളും ചേർത്ത് പരമാവധി വാക്യങ്ങൾ ഉണ്ടാക്കുകയും അത് വളരെ വേഗതയിൽ ഉപയോഗിക്കാൻ പരിശീലിക്കുകയും വേണം. റമ എന്നതിൻ്റെ അർത്ഥങ്ങൾ പറയാം. റമ, അവൻ എറിഞ്ഞു, അവൻ വലിച്ചെറിഞ്ഞു, അവൻ വീശിയെറിഞ്ഞു, അവൻ വിക്ഷേപിച്ചു, അവൻ ചാട്ടി. അവൻ ചാടി എന്നല്ല, അവൻ ചാട്ടി. അൽഖ എന്ന ഫിഅലിൻ്റെ അർത്ഥവും റമ എന്ന ഫിഅലിന് ഉണ്ട്. റമ, അവൻ ഇട്ടു, അവൻ ഇട്ടു കളഞ്ഞു, അവൻ താഴെയിട്ടു. നബദ എന്ന ഫിഅലിൻ്റെ അർത്ഥവും റമ എന്ന ഫിഅലിന് ഉണ്ട്. റമ, അവൻ എറിഞ്ഞു കളഞ്ഞു, അവൻ ഉപേക്ഷിച്ചു, അവൻ തള്ളിക്കളഞ്ഞു. റമ എന്നതിന് ശേഷം ബിഖദീഫത്തിൻ എന്ന് വന്നാൽ എങ്ങനെയാണ് അർത്ഥം? റമ ബിഖദീഫത്തിൻ, അവൻ മിസൈൽ തൊടുത്തുവിട്ടു, അവൻ വിക്ഷേപിച്ചു. റമ അംറുൻ ബിഖദീഫത്തിൻ, അംർ മിസൈൽ തൊടുത്തുവിട്ടു, അംർ വിക്ഷേപിച്ചു. റമ എന്നതിന് ശേഷം അർ റസ്വാസത്ത എന്നാണെങ്കിലോ അതുലഖർ റസ്വാസത്ത എന്നതിൻ്റെ അർത്ഥമായിരിക്കും. റമ റമർ റസ്വാസത്ത,
അവൻ വെടിവെച്ചു, അവൻ വെടിയുണ്ട ഉതിർത്തു. റമ എന്നതിന് ശേഷം അൽ കുംബുലത്ത എന്ന ഇസ്മ വന്നാൽ റമൽ കുംബുലത്ത, അവൻ ബോംബെറിഞ്ഞു, അവൻ ബോംബിട്ടു. റമ എന്നതിന് ശേഷം ബി കലാമിഹി ഇലാ കഥ എന്നാണെങ്കിലോ റമ ബി കലാമിഹി ഇലാ കഥ, അവൻ ഉന്നം വെച്ച് പറഞ്ഞു, അവൻ ലാക്കാക്കി പറഞ്ഞു. റമ എന്നതിന് ശേഷം ബൈനഹും എന്നാണെങ്കിലോ റമാ ബൈനഹും, അവൻ ഭിന്നിപ്പിൻ്റെ വിത്ത് വിതച്ചു, അവൻ തമ്മിൽ പിണക്കി. റമ എന്നതിന് ശേഷം ഹു ബി കഥ എന്നാണെങ്കിലോ റമാഹു ബി കഥ, അവൻ ദോഷാരോപണം ചെയ്തു, അവൻ കുറ്റം ആരോപിച്ചു. റമ എന്നതിന് ശേഷം ബി കഥ എന്നാണെങ്കിലോ ആമബിഹി എന്നതിൻ്റെ അർത്ഥമായിരിക്കും ഉണ്ടാവുക. റമ ബി കഥ എന്നതിൻ്റെയും ആബബിഹി എന്നതിൻ്റെയും അർത്ഥങ്ങൾ അവൻ ആക്ഷേപിച്ചു, അവൻ പഴി ചുമത്തി, അവൻ പഴി ചാരി. റമ എന്നതിന് ശേഷം ഇല എന്ന ഹർഫാണ് വന്നതെങ്കിൽ റമ ഇല, അവൻ ഉന്നം വെച്ചു, അവൻ ലക്ഷീകരിച്ചു. റമ എന്നതിന് ശേഷം ബിഹി ബരി അൻ അല്ലെങ്കിൽ ബിഹാ ബരി അൻ എന്നൊക്കെയാണെങ്കിലോ റമ ബിഹി ബരി അൻ, റമ ബിഹാ ബരി അൻ, അവൻ നിരപരാധിയുടെ മേൽ ചാർത്തി, അവൻ ആരോപിച്ചു. റമ എന്നതിന് ശേഷം ഹു ബി ത്വൽഖിനാരി എന്നാകുമ്പോൾ എന്താ അർത്ഥം? റമാഹു ബി ത്വൽഖിനാരി, അവൻ ഒരുവനു നേരെ വെടിയുതിർത്തു. റമ എന്നതിന് ശേഷം ബിൽ ഗൈബി എന്നാണെങ്കിലോ റമാ ബിൽ ഗൈബി, അവൻ പ്രവചനം നടത്തി, അവൻ ജ്യോത്സ്യം പറഞ്ഞു, അവൻ ഊഹിച്ചു പറഞ്ഞു. റമ എന്നതിന് ശേഷം ബി ഹബിലിഹി അല ഗാരിബിഹി എന്നാണെങ്കിലോ റമ ബി ഹബിലിഹി അല ഗാരിബിഹി, അവൻ യഥേഷ്ടം വിട്ടയച്ചു. റമ എന്നതിന് ശേഷം അൽ ബലദ എന്നാണെങ്കിൽ റമൽ ബലദ, അവൻ കരുതിയിറങ്ങി, അവൻ നിനച്ചിറങ്ങി. റമ എന്നതിന് ശേഷം ബിഹി അലൽ ബലദി എന്നാണെങ്കിലോ റമ ബിഹി അലൽ ബലദി, അവൻ സർവാധികാരിയാക്കി, അദ്ദേഹം സർവാധികാരിയാക്കി. ഇവിടെ അനേകം അർത്ഥങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സർഫ് പഠിക്കുമ്പോൾ, അറബ് പദോൽപത്തി ശാസ്ത്രം പഠിക്കുമ്പോൾ ഓരോ ഫിഇലിൻ്റെയും അനേകം അർത്ഥങ്ങൾ പഠിക്കുകയും ആ ഫിഇലിൻ്റെ വിവിധ രൂപങ്ങൾ വരുമ്പോൾ എന്തെല്ലാം മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത് അത് പഠിക്കുകയും ഇതിന് അനേകം ഉദാഹരണങ്ങൾ ഉണ്ടാക്കി പഠിക്കുകയും ചെയ്യണം. ഇങ്ങനെ സർഫ് പഠിക്കുന്ന സമയത്ത് തന്നെ കഠിനാധ്വാനം ചെയ്ത് പഠിക്കാൻ തയ്യാറായാൽ ഭാവിയിൽ എല്ലാ കിതാബുകളും വളരെ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ സാധിക്കും. അല്ലാഹു തആല അതിന് തൗഫീഖ് നൽകട്ടെ. യർമി, റമ്യൻ. റമ എന്നതിൻ്റെ മുളാരി യർമി എന്നാണ്. മസ്ദർ റമ്യൻ എന്നാണ്. ഫഹുവ റാമിൻ. റാമിൻ എന്നത് ഇസ്മു ഫായിലാണ്, കർത്തൃ വാജി. വ റുമിയ യുർമ റമ്യൻ.
റമ എന്നതിൻ്റെ മജ്ഹൂല് റുമിയ, യർമി എന്നതിൻ്റെ മജ്ഹൂല് യുർമ, ഫഹുവ മർമിയുൻ. മർമിയുൻ എന്നത് ഇസ്മു മഫ്ഊലാണ്, കർമ്മവാചി. അൽ അംറു ലിൽ ഹാദിരി മിൻഹു, അതിൽ നിന്നുള്ള അംറു ഹാദിർ ഇർമി, ഇർമി എന്നാണ്. അസ്ലുഹു, അതിൻ്റെ പൂർവരൂപം ഇർമി, ഇർമി എന്നാണ്. വ അലാമത്തു ജസ്മിഹി, അതിലെ ജസ്മിൻ്റെ അടയാളം, ഇർമി എന്നതിലെ ജസ്മിൻ്റെ അടയാളം ഹദ്ഫു ആഖിരിഹി, അതിൻ്റെ അവസാനത്തെ കളയലാണ്. ഇർമി എന്നതിൻ്റെ അവസാനത്തെ കളഞ്ഞപ്പോൾ ഇർമി എന്നായി. സാക്കിനത്തായ യാഇനെ കളയലാണ് ജസ്മിൻ്റെ അടയാളം. കമാ തഖദ്ദമ ഫീ ദഅ വന്നഹിയു ലിൽ ഹാദിരി മിൻഹു ലാ തർമി. അല്ലാഹു തആല നമ്മുടെ ദർസ് സ്വീകരിക്കട്ടെ. അസ്സലാമു അലൈക്കും.